ശ്രീ സേനാപതി വേണു, മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കളും കേട്ടല്ലോ. എന്തുകൊണ്ടാണ് സൗകര്യം ഇല്ലാതാകുന്നത്? കോൺഗ്രസിന് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതി വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സൗകര്യമില്ലാത്തത് കൊണ്ട് എന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന്? ലാലേ, കഴിഞ്ഞ ദിവസം BJPയുടെ നേതാവ് ശ്രീ അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അത് അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞത് മുസ്ലിം പക്ഷപാതിത്വമുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതല്ല എങ്കിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്നുള്ളതാണ് അമിത്ഷായുടെ ആരോപണം. ഇവിടെ പിണറായി വിജയനും CPM ഉയർത്തുന്ന ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും വിമർശനത്തിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്ന പ്രകടന പത്രിക. അപ്പോൾ BJP ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകടന പത്രികയാണ് എന്ന് പറയുന്നു. CPM പറയുന്നു ഇത് ന്യൂനപക്ഷ വിരുദ്ധമായ പ്രകടന പത്രികയാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഞങ്ങളെ ആക്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചാൽ, ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ നിലപാടുകളാണ്. ആ നിലപാടുകൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ പൗരത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൗരത്വ നിയമം തുടങ്ങിയ 1955 പൗരത്വ നിയമം മുതൽ രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലായിരുന്നു. അന്ന് ജാംഷഡ്ജി ടാറ്റയെ പോലുള്ളവർ പോലും, ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകളൊക്കെ വളരെ സജീവമായി ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നത് മതത്തിൻ്റെ പേരിലായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് എഴുതി ചേർത്തുകൊണ്ട് 1955 മുതൽ ഇന്ത്യയിലെ പൗരത്വ നിയമം ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഓർ റിലീജിയൻ, മതത്തിൻ്റെ പേരിലല്ല എന്ന് എഴുതി വെച്ചത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് കൊണ്ടുവന്ന ഭരണഘടനയുമാണ്. ആ ഭരണഘടന അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ പൗരത്വം, ആ പൗരത്വത്തിൻ്റെ വിഷയത്തിൽ ജാതിയോ മതമോ ഒരു വിഷയമായിട്ട് കടന്നു വരാത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അതിൻ്റെ 8-ാം പേജിൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് പല UDFൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും ഇവിടെ തന്നെ വന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഭരണഘടനാ വിരുദ്ധമായി സംഘപരിവാറും BJP ഗവൺമെൻറ്റും അല്ലെങ്കിൽ കേന്ദ്രം ഇപ്പോൾ ഭരിക്കുന്ന NDA ഗവൺമെൻറ്റും അവർ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും ഞങ്ങൾ പിൻവലിക്കും എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് എന്താണ് ആശങ്ക, എന്താണ് സംശയം? മുമ്പ് ചർച്ചയുണ്ടായിരുന്നു, ജനവാസ കേന്ദ്രങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കും. എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം CAA എന്നൊരു വാക്ക് 3 അക്ഷരങ്ങൾ മാത്രം അതിനകത്ത് പ്രകടന പത്രികയിൽ എഴുതുന്നതിന് ഇത്രമാത്രം ബുദ്ധിമുട്ട്? അത് ഇത്ര ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണെന്ന് രാഷ്ട്രീയമായി വിവരമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസ്സിനത് കൃത്യമായി അറിയാവുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന്. എന്തുകൊണ്ട് ആ 3 അക്ഷരങ്ങൾ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു ഭേദഗതി ചെയ്ത് പിന്നീടെങ്കിലും ആ പ്രകടന പത്രികയെ പുതുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? അതിനെന്തിനാണ് മടി കാണിക്കുന്നത്? BJPയെ പേടിച്ചാണോ? അമിത്ഷായെ പേടിച്ചാണോ? ഞങ്ങൾ എന്തിനാണ് അമിത്ഷായെ പേടിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് BJPയെ പേടിക്കുന്നത്? ഞങ്ങൾ BJPയെ അമിത്ഷായെയും പേടിക്കുന്നവരല്ലാത്തത് കൊണ്ടാണല്ലോ BJPക്കെതിരെ പറയാനുള്ള കാര്യങ്ങൾ വളരെ സുവ്യക്തമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നാട് നീളെ മുഴുവൻ നടന്ന് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നു. അദ്ദേഹം മുഖ്യശത്രുവായി കാണുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ. അമിത്ഷായെ പേടിച്ചല്ല, BJPയെ പേടിച്ചല്ല ഇതിൽ മാറ്റങ്ങൾ വരുത്താത്തതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന CAA എന്നുള്ളത് കൊണ്ടുവരാത്തതെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ BJPയുടെ അതേ വികാരമുണ്ട് എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, കോൺഗ്രസ്സിന് സൗകര്യമില്ലാത്തത് സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നത് കൊണ്ടാണ്, ആ മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് എന്ന്. അത് വിശ്വസിക്കേണ്ടി വരില്ലേ? അല്ല, സംഘപരിവാർ അജണ്ടയോട് എല്ലാ കാലഘട്ടത്തിലും താരതമ്യം പ്രാപിച്ചിട്ടുള്ളവരും സംഘപരിവാർ അജണ്ടയുമായി ചേർന്ന് എല്ലാ കാലഘട്ടത്തിലും നിന്നിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷമാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്.
ഇടതുപക്ഷം ഒരു കാലഘട്ടത്തിൽ സഖാവ് EMSന്റെ തന്നെ വാക്കുകളെ കടമെടുത്താൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടും. അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇടതുപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ എല്ലാ കാലഘട്ടത്തിലെയും ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ 1969 ബാങ്ക് ദേശസാൽക്കരണം ഒഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധമായിരുന്നു. സേനാപതി വേണു, ഇത്രയൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇക്കാര്യത്തിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത് റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനാകാത്തത് എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് ആകാതെ പോകുന്നത് CPM-നെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്ന സമയം പോലും ഇത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ലാലെ 1000 വട്ടം കോൺഗ്രസിന്റെ നേതാക്കൾ, AICCയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, മുൻ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി കേരളത്തിലെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും അടിവരയിട്ട് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ പറയുന്നു, CAയുടെ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട് അത് വളരെ സുവ്യക്തമാണ്. ശ്രീ സേനാപതി വേണു, ഇതല്ല എല്ലാ കോൺഗ്രസുകാരും കൂടെ ഒരുമിച്ച് ഒരു മൈതാനത്ത് നിരന്നിരുന്ന് പറഞ്ഞാൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാർട്ടിയുടെ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ നിന്നാണ്. പ്രകടന പത്രികയിൽ പറയാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ നിരന്നു നിന്ന് എവിടെ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രകടന പത്രികയിൽ അത് പ്രിന്റ് ചെയ്ത് ഇറക്കാൻ പറ്റാത്തത്? അല്ല, പ്രകടന പത്രികയിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ലാലെ, അത് വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഏത് 8-ം പേജിലോ? സതീശൻ ചൂണ്ടിക്കാട്ടി 8-ം പേജിലാണോ? 8-ൽ തന്നെ പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 8-ം പേജിൽ CAA ഉണ്ടോ? ഞാൻ വീണ്ടും 8-ം പേജ് എന്റെ കയ്യിലുണ്ട്. 8-ം പേജിൽ CAA എന്നുണ്ടോ? പ്രകടന പത്രിക എന്നുണ്ടോ? അല്ല, ഈ പൗരത്വ ഭേദഗതി നിയമം എന്നുണ്ടോ? നാട്ടിൽ മുഴുവൻ സർവേ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കാസിംകുട്ടിയുടെ പറമ്പിൽ സർവേ നടക്കുന്നു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഒരു രാജ്യത്ത് മുഴുവൻ നടക്കുന്ന നിയമത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഏത് നിയമവും കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 370 ആണ് എങ്കിലും, അതുപോലെ തന്നെ CAA ആയിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിലും, ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടത്, ഈ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് സുവ്യക്തമായ നിലപാട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ CAA എന്ന വാക്ക് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് കേരളം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെയെങ്കിലും വോട്ടുകൾ ശ്രീ പിണറായി വിജയന് കിട്ടുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിണറായി വിജയന് വോട്ട് കിട്ടുന്നത് പോട്ടെ, കോൺഗ്രസിന് പറയാനില്ല എന്നുള്ളതാണല്ലോ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും പിണറായി വിജയനെ എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്, ആ ഭാഗത്തേക്ക് പോകുന്നത്? നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചാലും പിണറായി വിജയനെയാണ് നിങ്ങൾക്ക് എടുത്തു വെക്കാനുള്ളത്. അതല്ലല്ലോ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കോൺഗ്രസ് പാർട്ടിക്ക് CAA എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ലാലെ, CAA ബില്ല് പാർലമെന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് നടന്ന ചർച്ച ഓപ്പൺ ചെയ്ത് ഇവിടെ ബഹുമാന്യായ മുൻ MP ശ്രീ A സമ്പത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിനറിയാമല്ലോ ആ ബില്ല് അതിനെതിരെയുള്ള ചർച്ച ഓപ്പൺ ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അതൊന്നുമല്ല വിഷയം, അതൊന്നുമല്ല. നമുക്കിന്ന് സമയത്തിന്റെ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് ശ്രീ സേനാപതി വേണു, പ്രകടന പത്രിക ഇത്രയൊക്കെ താങ്കൾ വിശദീകരിക്കുന്ന താങ്കൾക്ക് പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ആ വാക്ക് വരുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ 2024 സമ്മതിദായകരുടെ മുമ്പിലേക്ക് ഒരു പാർട്ടി പോകുമ്പോൾ ആ പാർട്ടി എന്താണ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്, ഒരു രേഖ എന്ന് പറയുന്നത് പ്രകടന പത്രികയാണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോയാണ്. അതിനെ വില കുറച്ച് കാണിക്കേണ്ട ഒരു ആവശ്യവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിക്കും ഇല്ല. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രകടന പത്രികയെ നിങ്ങൾ തന്നെ തള്ളിപ്പറയുന്നു. അതിനേക്കാൾ ഞങ്ങളുടെ നേതാക്കൾ വന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് എത്ര വില കുറഞ്ഞൊരു ഏർപ്പാടാണ് എന്നുള്ളത് ശ്രീ സേനാപതി വേണുവിനെ പോലെ ഒരു നിയമവിദഗ്ധന് കൂടി ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ? അല്ല ലാലെ, ഞങ്ങൾ ആ നിയമത്തെക്കുറിച്ച്, പൗരത്വ നിയമത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി അത് വായിക്കുന്ന ഏതാൾക്കും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളിത് 26-ാം തീയതി തെരഞ്ഞെടുപ്പ് 25-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ ചർച്ച ചെയ്താലും നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെ അത് ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ നിസ്സഹായത ഞങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, പൗരന്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങൾ വളരെ കൃത്യമായി പൗരന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. പക്ഷേ പൗരന്മാരല്ലാത്തവരുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ മനസ്സിലാകാൻ അത് പറ്റുന്നില്ല പിൻവലിക്കും എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ളവർക്ക് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.